we are going to provide some basic protections to the people of Kerala. That will be like a protective cover for the people of Kerala. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. Hi all friends, welcome to MTM Political Talk. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനമായിരുന്നല്ലോ ഇന്ന്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാസമ്മേളനം തന്നെയായിരുന്നു ഇത്. തിരുവനന്തപുരത്ത് നടന്ന മഹാസമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വൻ പ്രഖ്യാപനങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത് തന്നെയായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്ത്രീകൾക്കും യുവാക്കളെയും ശാക്തീകരിക്കുന്നതിനുമായി 5 വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ആദ്യമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തിന്റെ പൂർണ്ണരൂപം കേട്ടതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. We are going to provide some basic protections to the people of Kerala. That will be like a protective cover for the people of Kerala. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. The Congress government in Rajasthan came up with a fantastic health insurance scheme. And one of our greatest leaders was Oommen Chandy ji. So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. And a dedicated ministry for senior citizens' welfare. We are going to provide some basic protections to the people of Kerala. That will be like a protective cover for the people of Kerala. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girls. പ്രഖ്യാപനങ്ങൾ ഇവരും അത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചിരിക്കുമല്ലോ. എന്തായാലും ഒന്നുകൂടി ആ വാഗ്ദാനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്ന് വിശദമായി നോക്കാം. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. ഇത് സ്ത്രീകളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങളുടെ ദൈനംദിന ചിലവ് കുറക്കുകയും ചെയ്യും. 2. വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം തോറും 1000 രൂപ സാമ്പത്തിക സഹായം നൽകും. 3. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അർഹർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. 4. കുടുംബങ്ങൾക്ക് 25 ലക്ഷത്തിന് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരംഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ ലഭിക്കും. സാമ്പത്തിക ബാധ്യതയില്ലാതെ മികച്ച ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 5. യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും എന്നാണ്. മുതിർന്ന പൗരന്മാർക്കായി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കും എന്നും വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, അന്തസ്സ് എന്നിവ ഉറപ്പാക്കുന്നതിനായി
പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. വിശദമായ പ്രകടന പത്രിക പിന്നീട് വരും എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും വൻ പ്രഖ്യാപനങ്ങളാണ് UDFന്റെ ഈ പുതുയുഗ യാത്ര സമാപന സമ്മേളനത്തിൽ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു വൻ സമ്മേളനം തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ഈ സമ്മേളനത്തിൽ UDFന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു. വൻ ജനപങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമാക്കുകയും ചെയ്തു. ഇവിടെ എല്ലാവരും നല്ല പ്രസംഗങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇതൊക്കെ വിശദമായി ഇവിടെ നമുക്ക് പരാമർശിക്കുന്നതിന് സമയപരിധി ഉള്ളതുകൊണ്ട് എല്ലാവരുടെ പ്രസംഗത്തിലേക്കും കടക്കുന്നില്ല. എങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ശ്രീ VD സതീശന്റെ കുറച്ച് പ്രസംഗത്തിന്റെ ഭാഗം കൂടി ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കൂടി കുറച്ച്